ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളെല്ലാം പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ റിവൈസ് ചെയ്യുവാണ്. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഓർഡർ ഉണ്ട്. ആദ്യം റെക്കോർഡിംഗ് ഓഫ് ദ ട്രാൻസാക്ഷൻ, പിന്നെ ക്ലാസിഫൈങ്, പിന്നെ സമ്മറൈസിങ്, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ. ഇതിൽ ഓരോന്നിനും നമ്മൾ ഓരോ ബുക്സാണ് യൂസ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ജേണൽ. ഇനി ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെഡ്ജർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പോൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രയൽ ബാലൻസ്. അപ്പോൾ ഇത് ജേണൽ. പിന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ജേണൽ. ക്ലാസിഫൈങ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ്ജറാണ്. അതേപോലെ സമ്മറൈസിങ് ആണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് യൂസ് ചെയ്യുന്നത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ലെഡ്ജർ യൂസ് ചെയ്യുക. ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുക. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രയൽ ബാലൻസ്, അതായത് സമ്മറൈസിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡീറ്റെയിൽസ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് ട്രയൽ ബാലൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് വൺ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും? നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് പഠിക്കും. അപ്പോൾ ആ അക്കൗണ്ടിങ് റേഷ്യോസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് റേഷ്യോസൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തോരം ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ അവൈലബിൾ ആണ്. പിന്നെ സോൾവൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ലോങ് ടേം ആയി ഫണ്ടുകൾ കൊടുത്തു തീർക്കാനും നമ്മുടെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനും ഒക്കെയുള്ള എബിലിറ്റി ഉണ്ടോ. നമ്മുടെ ലോങ് ടേം ലിക്വിഡിറ്റിയാണ് നമ്മുടെ സോൾവൻസി എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രോഫിറ്റബിലിറ്റി, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ട്സ് സഹായിക്കും. അതാണ് ഓരോ സ്റ്റേജിലായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം റെക്കോർഡിംഗ് ആണെങ്കിൽ നമ്മൾ ജേണലിലാണ് ചെയ്യുക, ക്ലാസിഫൈങ് ആണെങ്കിൽ ലെഡ്ജറിലാണ് ചെയ്യുക, സമ്മറൈസിങ് ഓഫ് ദ ട്രാൻസാക്ഷൻ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇനി ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ആണെങ്കിൽ അതിൽ അക്കൗണ്ടിങ് റേഷ്യോസ്, പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് അറിയാൻ പറ്റും. കമ്പനിയുടെ ലിക്വിഡിറ്റി, അതായത് ഷോർട്ട് ടേം ഫണ്ട് അവൈലബിലിറ്റി, സോൾവൻസി, അതായത് ലോങ് ടേം ഫണ്ട് അവൈലബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ടിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ജേണലൈസിങ്. ഇവിടെ നിന്നാണ് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് The journal records all daily transactions of the business in order in which they occur. അപ്പോൾ ഏത് ഓർഡറിലാണോ നടന്നേക്കുന്നത് ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതായത് കറക്റ്റ് ഡേറ്റ് വൈസ് ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക.